ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണോ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ കുട്ടികളുടെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിലൂടെ ഇടണതാണ് കേട്ടോ. പിന്നെ എന്താ വിശേഷം? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെയും വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ടിഫൻ കഴിക്കാൻ പോയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദോശയാണ്. നീർദോശ പറയും, കലക്കിപ്പാർന്ന് അപ്പം പറയും. അങ്ങനെ പിന്നെ അപ്പളൊക്കെ ഇപ്പോൾ ആട്ടിച്ചുടൽ എന്നൊക്കെ പറയും. ഓരോ കാലത്ത് ഓരോ സ്ഥലമല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ദോശയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുട്ടികളുടെ സ്കൂളിൽ പോയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. പിന്നെ പാട്ടൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരുന്നുണ്ട്, ആ ഒരു ഡാൻസ് കളിച്ച പാട്ടൊക്കെ ഇടുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോൻ്റെ കൂടെ അതും ഞാൻ ആഡ് ചെയ്യാം. ആ പോയതിൻ്റെയും എല്ലാം ആഡ് ചെയ്യാം. പറ്റിയതൊക്കെ അവിടുത്തെ പാട്ട് കുട്ടികളെ രണ്ടാമത്തെ മോള് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഓൺ വോയിസിലിടാം. ബാക്കിയുള്ളതൊന്നും ഓൺ വോയിസിൽ ഇടാൻ പറ്റില്ല തോന്നുന്നു, പക്ഷെ കോപ്പിറൈറ്റ് വരികയാണേ. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ, പിന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും എല്ലാവരും വ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇടാനും തോന്നുമല്ലോ, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ. പിന്നെ എന്താ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എന്നതൊക്കെ മിസ്റ്റേക്കാണ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എന്നോട് പറയണം. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടാകും വിശ്വസിക്കണം. രാവിലെ ഇരിക്കും നീർദോശയും ഉള്ളിക്കറിയും പിന്നെ കട്ടൻ കാപ്പിയാണ്. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ള ഫുള്ള് ചെറിയ കുഞ്ഞ് ഡെയിലി ലൈഫ് പോലെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് ഈ നീർദോശ പറയുന്ന സംഭവം. നീർദോശ ഈ നീർദോശ എന്താ നോക്കണ്ടോ? കുറച്ച് എണ്ണ ഒഴിച്ചു. ബാക്കി ഫോണും ഞാനിവിടുത്തെ നീർദോശ, ഇതിനെയാണ് നീർദോശ എന്ന് പറയുന്നത്. ഞാൻ ആ മിക്സിയോടൊക്കെ ഒഴിച്ചത് എനിക്ക് ഫോണും അതും കൂടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ മേലത്തെ തുണി ഉണക്കാടാൻ പോകുമ്പോൾ എടുത്ത വീഡിയോസ്. വീട്ടിൻ്റെ മേലെ നോക്കി ഇങ്ങനെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റ് വീശും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല, ചെറിയ കുഞ്ഞ് സ്കൂളല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് കടമ്പഴിപ്പുറം? എനിക്ക് ജലദോഷം പിടിച്ചിട്ട് തുമ്പണം. കുറേ നേരം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തുമ്പി മടുത്തു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വന്നു, തുണി ഉണക്കാട്ടാൽ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് എന്താണ് കുട്ടികളുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞങ്ങൾ സ്കൂളെത്തിയിട്ട് ഉള്ളതാണ്. വലിയ ആളത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഡാൻസിനുള്ളത്. ചെറിയ അവളുടെ പാട്ട് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യണതാണ് ഇതൊക്കെ. അവളുടെ പാട്ട് കേൾക്കാം. ഒരു പാട്ട് ഞാൻ ഓൺ വോയിസ് ആയിട്ട് എന്തായാലും കൊടുക്കാം കേട്ടോ. ഡാൻസിൻ്റെ പാട്ടൊക്കെ ഇട്ട് നോക്കി എഡിറ്റ് ചെയ്തു, പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നിട്ട് ഡൗൺലോഡ് ആവണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ടു. എന്തായാലും സപ്പോർട്ട്. ഇതാണ് രണ്ടാമത്തെ ഡാൻസും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുട്ടികളുടെ ഡാൻസും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ തന്നെ ഞാൻ ഇനിയും വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇത് മൂത്ത മോളുടെ രണ്ടാമത്തെ ഡാൻസാണ്. ഞാൻ കുറേ ഓൺ വോയിസ് 2 പാട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിന്നെയും പറഞ്ഞതന്നെ പറയാം, എനിക്ക് അറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ.
ഫസ്റ്റ് ടൈം മീൻസ് എല്ലാം ഞാൻ കുറേ വീഡിയോസൊക്കെ കല്യാണി ചേച്ചി പിന്നെ എന്താണ് കഞ്ചിക്കോട് വാളയാർ കഞ്ചിക്കോടത്തൊരു താത്ത ഉണ്ട്. താത്താൻ്റെ പേര് മറന്നു. ആ താത്ത കഹാനി കൊണ്ടൊരു ഷോപ്പൊക്കെ ഉണ്ട്. ആ താത്താൻ്റെ വീഡിയോസ് പിന്നെ ഞാൻ ഐഷാസ് കിച്ചൺ. ആ താത്ത എനിക്ക് ഭയങ്കര ഇമ്പ്രസ്. എനിക്ക് ആ താത്ത നല്ല അടിപൊളി വീഡിയോ ഇടും. അതിനെ കണ്ടു. പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താണെന്നൊരു മൈൻഡ് സെറ്റ് വന്നു. അങ്ങനെ ഞാൻ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മോള് ചെറുതായിരുന്നു, രണ്ടാമത്തെ മോള്. അപ്പോൾ പിന്നെ ഫോൺ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നിർത്തിയതാണ്. ഇനി വീണ്ടും തുടങ്ങിയിട്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇനി വീഡിയോ ഇടണമെന്നൊരു ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തായാലും എൻ്റെ കുട്ടികളുടെ വീഡിയോസൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ എന്തായാലും എന്തുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് വഴി ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. ഇതുവരെ ആരും കമൻറ്റൊന്നും ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയിടീൻ എല്ലാവരും ഞാൻ എൻ്റെ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടതെന്നും നിങ്ങളെന്തായാലും അറിയിക്കണം കേട്ടോ. ഇവിടെ ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബിരിയാണി പോട്ട് വാങ്ങിയത് എങ്ങനെയെന്നുള്ളത് പറയണം കേട്ടോ. അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ ബിരിയാണി പോട്ട് ഇതാണ്. പുതിയതായി ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ബിരിയാണി പോട്ട് വാങ്ങി യൂസ് ചെയ്തത്. എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരണം. ഇത് തന്നെ ഫസ്റ്റ് ടൈം പറയുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവം നല്ലതാണോ? കണ്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്ത് തരും. ഇത് 2800 സംതിങ് വന്നു. ഇതിലും വില കുറഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരും. എനിക്കങ്ങനെ പാത്രത്തിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ കമ്പനീൻ്റെ പേരാണത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരുപാട് താങ്ക് യു. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.